സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. കേരളത്തിൽ ബിജെപിക്ക് ഒരു ലോക്സഭാ സീറ്റ് ലഭിച്ചത് ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. സഹോദരങ്ങൾക്ക് അക്രമം നേരിട്ടിട്ടും ചില മേധാവികൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ബിജെപിയെ സഹായിച്ചുവെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ DA നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ക്ഷേമ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്നും മുഖ്യമന്ത്രി. നീറ്റ് നെറ്റ് പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ സമിതി ചെയർമാൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ജാർഖണ്ഡിൽ 5 പേർ കൂടി അറസ്റ്റ്. കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ബാലകൃഷ്ണൻ പെരിയ. ജില്ലയിലെ കോൺഗ്രസിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തകർത്തുവെന്ന് ബാലകൃഷ്ണൻ പെരിയ. കോൺഗ്രസിലെ തർക്കത്തിൽ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 4 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KPCC പുറത്താക്കി. കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി തുക പ്രഖ്യാപിക്കണം. കേന്ദ്രത്തോട് വീണ്ടും കേരയിൽ അനുമതി തേടി. നിലവിലെ റെയിൽവേ സൗകര്യം അപര്യാപ്തമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. NGO യൂണിയന് പുതിയ ഭാരവാഹികൾ. പ്രസിഡന്റായി MV ശശിധരനെയും ജനറൽ സെക്രട്ടറിയായി MA അജിത് കുമാറിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കം. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് 3 വിക്കറ്റ് നഷ്ടം. കോഹ്ലിയും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും പുറത്ത്. യൂറോ കപ്പിൽ പോർച്ചുഗൽ തുർക്കി പോരാട്ടം അല്പസമയത്തിനുള്ളിൽ. അമ്പതാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങി സപ്ലൈകോ. ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 11 പുതിയ പദ്ധതികൾ സപ്ലൈകോ നടപ്പിലാക്കുമെന്ന് മന്ത്രി GR അനിൽ. ചാലക്കുടി വലത് കനാൽ പുനരുദ്ധാരണത്തിലെ അഴിമതി കേസിൽ പ്രതികൾക്ക് 3 വർഷം തടവ് ശിക്ഷയും 6 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു കോടതി. തൃശൂർ വിജിലൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ ഉൾപ്പെടെ 50 പേരാണ് പ്രതികൾ. ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ 2024 മികച്ച ഊർജ്ജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം മേയർ സാര്യ രാജേന്ദ്രന്. നഗരസഭാ പരിധിയിൽ ഊർജ്ജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനും നേതൃത്വം നൽകിയതിനുമാണ് അംഗീകാരം. പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. അപകടം നടന്ന ബസ്സിനുള്ളിൽ 23 യാത്രക്കാരാണ് ബസ്സിലെ ലിസ്റ്റ് പ്രകാരം ഉണ്ടായിരുന്നത്. സൂരജ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ കൂത്തുപറമ്പ് ആമ്പലാട് റോഡിലെ RSS കേന്ദ്രങ്ങളിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. 2 സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത്. പ്രദേശത്ത് കൂത്തുപറമ്പ് പോലീസ് പരിശോധന നടത്തിയിരുന്നു. വെള്ളറടയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴച്ചൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തകർന്ന റോഡ് മണ്ണിട്ട് ഉറപ്പിക്കുന്നതിനിടെ വാർഡ് അംഗത്തിനെ കാർ യാത്രികരായ സ്ത്രീയും പുരുഷനും ചേർന്ന് മർദ്ദിച്ചു. കിളിമാനൂർ പഴയ കുന്നമ്മൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാംനാഥിനാണ് മർദ്ദനമേറ്റത്. കാർ യാത്രികരെ കസ്റ്റഡിയിലെടുത്തു.
കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ക്യാന്റീനിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ പുഴു. പുഞ്ചവയൽ സ്വദേശി വാങ്ങിയ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ക്യാന്റീൻ അടച്ചുപൂട്ടി. ചിപ്സ് കടയുടമകൾ തമ്മിൽ ഏറ്റുമുട്ടി. ആലുവ പറവൂർ കവലയിലാണ് സംഭവം. കാർ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വടകര പൂവാടൻ ഗേറ്റിന് സമീപം റെയിൽവേ സിഗ്നൽ കേബിൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അസം സ്വദേശികളായ മനോവർ അലി, അബ്ബാസ് അലി എന്നിവരെ RPFന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ KSU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 3 പേരെ കസ്റ്റഡിയിലെടുത്തു. KSU ജില്ലാ പ്രസിഡന്റ് സൂരജ്, വൈസ് പ്രസിഡന്റ് ഡാഗിൻ, ഷഹബാസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കി നെടുങ്കണ്ടത്ത് മരം വീണ് വീട് തകർന്നു. നെടുങ്കണ്ടം രാമക്കൽമേട് സ്വദേശിനി മറിയം ബീവിയുടെ വീടാണ് തകർന്നത്. റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മിൽമ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപനത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. തിങ്കളാഴ്ച ലേബർ കമ്മീഷണർ യൂണിയനുകളുമായി ചർച്ച നടത്തും. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെ പിന്നോട്ടില്ലെന്ന് ജീവനക്കാരുടെ നിലപാട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾ ഉടൻ. ചർച്ചയ്ക്കായി 16.71 ലക്ഷം രൂപ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതി ശ്രദ്ധേയം. യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ പദ്ധതി. ജനകീയ പദ്ധതികളുമായി ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട്. വയനാട് എടക്കാടിൽ ജനവാസ കേന്ദ്രത്തിൽ ഭീതി സൃഷ്ടിച്ച കടുവയ്ക്കായി കൂട് സ്ഥാപിച്ച് വനം വകുപ്പ്. കൂടുതൽ ക്യാമറകളും പ്രദേശത്ത് സ്ഥാപിച്ചു. നടപടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം. KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലെന്ന് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ. മന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ. കൊച്ചി മെട്രോയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ഫുഡ് ഫെസ്റ്റ്. ഇന്ന് മുതൽ ഫുഡ് ഫെസ്റ്റ് മെട്രോ 7ാം വാർഷികാഘോഷവും വാട്ടർ മെട്രോയുടെ 1ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി. കഫേ കുടുംബശ്രീയുടെ നാടൻ ഫുഡ് മുതൽ അറബിക് ഫുഡ് വരെ ഫുഡ് ഫെസ്റ്റിൽ. മണ്ണിടിച്ചിലുണ്ടായ വർക്കല പാപനാശം ഹെലിപാഡ് പ്രദേശങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, ഡെപ്യൂട്ടി കളക്ടർ ടൂറിസം വകുപ്പ്, ജിയോളജിക്കൽ വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം ചർച്ച നടത്തിയ ശേഷമാണ് സ്ഥലം സന്ദർശിച്ചത്.
നിലമ്പൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 കാർ യാത്രക്കാർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. അപകടം ഇന്ന് കനോലി പ്ലോട്ടിന് സമീപം പുലർച്ചെ 1 മണിക്ക് കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കോഴിക്കോട് നാദാപുരത്ത് തേങ്ങാ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു. നരിക്കോട്ടക്കരയിലാണ് സംഭവം. നാദാപുരം ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തി തീയണച്ചു. സർവകലാശാല യൂണിയൻ ജനറൽ കൌൺസിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് സാങ്കേതിക സർവകലാശാല. തീരുമാനം വോട്ടർ പട്ടികയിൽ സപ്ലിമെന്ററി പരീക്ഷകളുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നതിനെ തുടർന്ന്. സംസ്ഥാനത്ത് ജൂലൈ 1-ന് 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതോത്സവം പരിപാടിക്ക് ഉചിതമായ പേരുകൾ ക്ഷണിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വനം വകുപ്പിലേക്ക് 32 റേഞ്ച് ഓഫീസർമാർ കൂടി. പുതിയ റേഞ്ച് ഓഫീസർമാർക്കുള്ള പരിശീലനം വിവിധ റേഞ്ചുകളിൽ നടക്കും. ഇവർ കോഴ്സ് പൂർത്തിയാക്കിയത് മഹാരാഷ്ട്രയിലെ കുണ്ടാൽ അക്കാദമിയിൽ 18 മാസത്തെ പരിശീലനത്തിന് ശേഷം. കോഴിക്കോട് നടന്ന സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ 25 പരാതികൾ തീർപ്പാക്കി. 29 കേസുകൾ പരിഗണിച്ചതിൽ 4 ഉത്തരവിനായി മാറ്റിവെച്ചു. സിറ്റിംഗ് നടന്നത് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ. കോഴിക്കോട് വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരാവാതിരുന്ന 4 വിവരാവകാശ ഓഫീസർമാർക്ക് സമൻസ് നൽകിയത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം. സാഹിത്യനഗരം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടെ പുസ്തകശാലകളിൽ 40% വിലക്കുറവിൽ പുസ്തകങ്ങൾ ലഭ്യമാകും. കോഴിക്കോട് കോർപ്പറേഷനുമായി സഹകരിച്ച് ഓഫർ പ്രഖ്യാപിച്ചത് 17 പ്രസാധകർ. കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ ഗ്രാമം ഇനി യോഗ ഗ്രാമം. ചെങ്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച 10ാം അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ്. വടകര പൂവാടൻ ഗേറ്റിന് സമീപം റെയിൽവേയുടെ സിഗ്നൽ കേബിൾ മുറിച്ചുമാറ്റി. കേബിൾ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്ത RPF. കേന്ദ്രത്തിനെതിരെ സംയുക്ത കിസാൻ മോർച്ച വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. പ്രതിഷേധം ശക്തമാകുന്നത് കാർഷിക വിളകൾക്ക് ന്യായമായ താങ്ങുവില നിഷേധിക്കുന്നതടക്കമുള്ള കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച്. പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ ജൂലൈ 10-ന് ദില്ലിയിൽ SKM ജനറൽ ബോഡി യോഗം ചേരും. ഗുജറാത്ത് തീരം ലഹരി മാഫിയയുടെ ഹബ്ബായി മാറുന്നു. BSF കച്ച് മേഖലയിൽ നിന്ന് കണ്ടെടുക്കുന്നത് തുടർച്ചയായ കോടികളുടെ മയക്കുമരുന്ന്. 150 കോടി രൂപയുടെ സിന്തറ്റിക് മയക്കുമരുന്നും കഞ്ചാവും ഹെറോയിനും പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കശ്മീരിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. ജൂൺ 25 മുതൽ പുതിയ വോട്ടർമാരെ ചേർക്കും. ജൂലൈ 25-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 9 വരെ ആക്ഷേപങ്ങളും പരാതികളും നൽകാം. ഓഗസ്റ്റ് 20-ന് അന്തിമ പട്ടിക. ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പവൻ കല്യാൺ തോൽക്കുമെന്ന പന്തയം തോറ്റതിന് പിന്നാലെ പേരുമാറ്റി YSR കോൺഗ്രസ് നേതാവ്. സ്വന്തം പേരുമാറ്റി വാക്കുപാലിച്ചത് ആന്ധ്രയിലെ മുൻ മന്ത്രി മുദ്രഗഡ പത്മനാഭ റെഡ്ഡി എന്നാണ് പുതിയ പേര്.
മുംബൈയിൽ പ്രധാനമന്ത്രി കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത അടൽ സേതുപാലത്തിൽ വിള്ളൽ കണ്ടെത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ. റീൽസ് എടുക്കാനായി ബഹുനില കെട്ടിടത്തിന് മുകളിൽ അപകടകരമായി തൂങ്ങിക്കിടന്ന പെൺകുട്ടിയെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്ത പോലീസ്. അറസ്റ്റിലായത് പൂനെ സ്വദേശികളായ മിഹിർ ഗാന്ധി, മീനാക്ഷി സലുൻഖെ എന്നിവർ. പ്രകോപനം തുടർന്നാൽ ലബനനിലെ ഹിസ്ബുള്ള ഭീകരരെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഇസ്രയേൽ. ഇപ്പോൾ നടക്കുന്നത് പ്രതിരോധം മാത്രമാണ്. പ്രകോപനം തുടർന്നാൽ സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇസ്രയേൽ. ഫലസ്തീൻ മാധ്യമപ്രവർത്തക മഹാ ഹുസൈനയുടെ പുരസ്കാരം റദ്ദാക്കി ഇന്റർനാഷണൽ വുമൺസ് മീഡിയ ഫൗണ്ടേഷൻ. ഗസയിലെ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ച് മഹാ ഹുസൈനിക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകിയിരുന്നു. ബോട്ട് മറിഞ്ഞ അപകടത്തിൽപ്പെട്ട 23-കാരനെ രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡ് പെട്രോളിംഗ് സംഘം. അപകടമുണ്ടായത് ബഹ്റൈൻ ബേക്കിന് സമീപമുള്ള കടലിൽ. അപകടത്തിൽപ്പെട്ടയാൾ ആരോഗ്യവാനാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. വിദേശ നിക്ഷേപം ഏറ്റവും കൂടുതൽ ഒഴുകിയെത്തിയ രാജ്യങ്ങളിൽ ആഗോളതലത്തിൽ UAEക്ക് 2ാം സ്ഥാനം. 2023 മാത്രം നിക്ഷേപത്തിൽ രേഖപ്പെടുത്തിയത് 35% വർധന. കണക്ക് പുറത്തുവിട്ടത് UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ലോക നിക്ഷേപ റിപ്പോർട്ട്. സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള യാത്ര വൈകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ബോയിംഗ് സ്റ്റാർലൈനറിന്റെ മടക്കയാത്ര മാറ്റിവെച്ചതായി നാസ. മടക്കയാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് വാൽവിൽ കണ്ടെത്തിയ പ്രശ്നങ്ങളും ഹീലിയം ചോർച്ചയും. ദുബായിൽ താപനില 50 ഡിഗ്രിയിലേക്ക്. വെള്ളിയാഴ്ച അബുദാബി അൽ ദഹ്റയിലെ മസൈറയിൽ ഈ സീസണിലെ ഏറ്റവും ശക്തമായ ചൂട് രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. കനത്ത ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കും. G7 ഉച്ചകോടിക്ക് ഇറ്റലിയിലെത്തിയ നരേന്ദ്രമോദി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ക്ഷണം സ്വീകരിച്ചെങ്കിലും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അന്തിമ തീരുമാനമാകൂ. നമീബിയയിൽ സ്വവർഗ ലൈംഗികത നിരോധിച്ചുള്ള നിയമങ്ങൾ റദ്ദാക്കി കോടതി. നിലവിലെ നിരോധനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് നമീബിയയിലെ ഹൈക്കോടതി. കോടതി ഉത്തരവിനെതിരെ നമീബിയൻ സർക്കാരിന് 21 ദിവസത്തിനകം അപ്പീൽ നൽകാം. ആഗോള സൈബർ സുരക്ഷാ റാങ്കിങ്ങിൽ സൗദി അറേബ്യ 1ാം സ്ഥാനത്ത്. വെളിപ്പെടുത്തൽ സ്വിസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രസിദ്ധീകരിച്ച 2024 വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇയർബുക്കിൽ. റഷ്യൻ അംബാസഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ദക്ഷിണ കൊറിയ. നടപടി റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ പ്രതിരോധ സഹകരണ കരാർ ഒപ്പിട്ടതിനു പിന്നാലെ കരാർ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ദക്ഷിണ കൊറിയൻ വിദേശകാര്യ സഹമന്ത്രി. കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റ ജീവനക്കാരുടെ ബന്ധുക്കൾ കുവൈറ്റിലെത്തും. പരിക്കേറ്റവരുടെ ബന്ധുക്കളെ കുവൈറ്റിലെത്തിക്കുന്നത് NBTC കമ്പനി. ഒമാനിൽ താപനില വർദ്ധിക്കുന്നു. തുടർച്ചയായ 3ാം ദിനവും താപനില കുതിച്ചുയർന്നു. 50 ഡിഗ്രി സെൽഷ്യസിലടുത്താണ് പലയിടത്തും ചൂട് അനുഭവപ്പെട്ടതെന്ന് റിപ്പോർട്ട്.
ഈദ് അവധിക്കാലത്ത് ദുബായ് എയർപോർട്ടുകൾ വഴി യാത്ര ചെയ്തത് 5,62,200-ത്തിലധികം യാത്രക്കാർ. കണക്കുകൾ പുറത്തുവിട്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അധികൃതർ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.